കെഎസ്ആർടിസി യാത്രക്കാർക്ക് വീണ്ടും സന്തോഷ വാർത്ത. ബസ്സുകളിൽ ടിവി സ്ഥാപിക്കാൻ തീരുമാനം. 32 ഇഞ്ച് വരുന്ന ടിവികളാണ് കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ഥാപിക്കുന്നത്. ടിവിയിൽ പ്രദർശിപ്പിക്കുന്ന പരസ്യങ്ങളിലൂടെ വരുമാനം കണ്ടെത്താനാണ് പുതിയ നീക്കം. ഇനിയുള്ള കെഎസ്ആർടിസി യാത്രകൾ അടിപൊളിയായിരിക്കും. വൻ മാറ്റങ്ങളാണ് കെഎസ്ആർടിസിയിൽ കൊണ്ടുവരാൻ പോകുന്നത്. അതെ, പ്രിയദർശിനി സൗജന്യ യാത്ര സൂപ്പർ ഹിറ്റാണ്. ഇപ്പോഴിതാ അതിന് പിന്നാലെ വൻപൻ സർപ്രൈസുകൾ തന്നെയാണ് കെഎസ്ആർടിസി യാത്രക്കാർക്കായി ഒരുക്കുന്നത്. ഇനി മുതൽ സൂപ്പർ ഫാസ്റ്റ് ഓർഡിനറി ബസ്സുകളിൽ ടിവി സ്ഥാപിക്കാനാണ് തീരുമാനം. 32 ഇഞ്ച് ടിവികളാണ് ബസ്സുകളിൽ സ്ഥാപിക്കുക. 500 ബസ്സുകളിലാണ് ആദ്യഘട്ടത്തിൽ ടിവി സ്ഥാപിക്കുന്നത്. കെഎസ്ആർടിസിയുടെ സൂപ്പർ ഫാസ്റ്റ് ഓർഡിനറി ബസ്സുകളിൽ ടിവി ഉണ്ടായിരിക്കും. പ്രധാനമായും ഇത്തരം ടിവികളിലൂടെ പരസ്യം പ്രദർശിപ്പിച്ച് അധിക വരുമാനം ഉണ്ടാക്കാനാണ് പദ്ധതി ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതിനായി ടിവി സ്ഥാപിക്കാനുള്ള കരാർ കോട്ടയം ആസ്ഥാനമായുള്ള കമ്പനിക്കാണ് ലഭിച്ചിരിക്കുന്നത്. ആദ്യത്തെ പരീക്ഷണാടിസ്ഥാനത്തിലെ 500 ബസ്സുകളിൽ വെച്ചതിനു ശേഷം മറ്റ് ബസ്സുകളിലേക്കും ടിവി സാവധാനം എത്തിക്കും. ഈ ടിവി യൂണിറ്റ് കെഎസ്ആർടിസി ബസ്സിൽ ഡ്രൈവറുടെ സീറ്റിന് പിറകിലായിരിക്കും സ്ഥാപിക്കുക. അതും എല്ലാ യാത്രക്കാർക്കും ഒരുപോലെ കാണാൻ തരത്തിലായിരിക്കും ടിവി വെക്കുക. ടിവിയിൽ വാർത്തയോ പരിപാടികളോ മാത്രമല്ല സംപ്രേഷണം ചെയ്യുക. ബസ് സഞ്ചരിക്കുന്ന വഴിയിലെ വിവരങ്ങൾ, എത്തിയ സ്റ്റോപ്പ്, അടുത്ത സ്റ്റോപ്പ്, ബസിന്റെ സമയം, കെഎസ്ആർടിസിയെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളെല്ലാം പ്രദർശിപ്പിക്കും. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇത് കെഎസ്ആർടിസിക്ക് ഇരട്ടി ചെലവല്ലേ എന്ന്. എന്നാൽ അല്ല, കെഎസ്ആർടിസിക്ക് യാതൊരു സാമ്പത്തിക ബാധ്യതയുമില്ലാതെയാണ് ടിവി സ്ഥാപിക്കുക. ഇതിന്റെ പ്രവർത്തനമെല്ലാം കരാർ കമ്പനി തന്നെയാണ് പൂർത്തിയാക്കുക. പ്രതിമാസം ലഭിക്കുന്ന വരുമാനത്തിന്റെ നിശ്ചിത ശതമാനം തുക ലൈസൻസ് ഫീസായി കെഎസ്ആർടിസിക്ക് നൽകുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ കെഎസ്ആർടിസിയുടെ പല ബസ്സുകളിലും ടിവി പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ശേഷിക്കുന്നവയിൽ സ്ഥാപിക്കുന്നതിനുള്ള ജോലികൾ തകൃതിയായി പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.